ഹോപ്പ് ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷീബ ഡ്യൂറും അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ G. അജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MM സലീം, ഷമീർ വളവത്ത്, ജബാർ ഉപ്പാസ്, ഷിബു പൊള്ളയിൽ, സ്റ്റെല്ല സേവ്യർ, ടോജോ ലാലൻ, ജാക്സൺ, റെജീന എന്നിവർ സംസാരിച്ചു. സേവ്യർ പുളിക്കൽ സ്വാഗതവും KS ജയരാജ് നന്ദിയും പറഞ്ഞു. ഏറ്റവും വലിയ ആഘോഷമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കള്ളവും ചതിയും ഒന്നുമില്ലാതെ നല്ല നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയുമായ ഒരു നാട് മഹാബലി തമ്പുരാൻ അതിനു വേണ്ടിയിട്ടാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ആ നാടിന് വേണ്ടിയിട്ടാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി എല്ലാവരും സന്തോഷത്തിലായി ജീവിക്കാൻ കഴിയാവുന്ന നല്ലൊരു നന്മയുള്ള നാടായി നമ്മുടെ നാട് മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ പല സാഹചര്യങ്ങൾ കൊണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ജീവിത കാലഘട്ടം മുഴുവൻ അവർ ജീവിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ സംഘടനയിലെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സംഘാടകരെ, ഇന്ന് ഈ ക്ഷണം സ്വീകരിച്ച് ഈ ഓണനിലാവ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന ഏറ്റവും സ്നേഹനിധിയായ എൻ്റെ സുഹൃത്തുക്കളെ, ബഹുമാന്യരായ ഇവിടെ എത്തിയിരിക്കുന്ന ചാനലിൽ നിന്ന് വന്നിരിക്കുന്ന ഷെരീഫ് കവർകൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ഒരു ഓണക്കാലം കൂടി വരവായി. ഞങ്ങളിങ്ങനെ ഓണം ഈ സംഘടനയുടെ എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞങ്ങളെല്ലാ സംഘടനയിലെ പ്രവർത്തകരെല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഈ വലുതായാലും കുഞ്ഞു മനസ്സോടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയാണ്. ഞങ്ങളുടെ സംഘടനയിൽ വാത്തുരുത്തിയിൽ നിന്ന് ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേരേണ്ട സംഘടനയിലുള്ള ദിൽഷി, ഇവിടെ മാതാവ് ലൂസി, പ്രവർത്തികൾ മനുഷ്യരാശിക്ക് നന്മ നിറഞ്ഞ പ്രവർത്തികൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നു. കോവിഡ് കാലത്ത് മുതൽ നാളിതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രാസംഗികർ പറയുകയുണ്ടായി. കൂടാതെ ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓണ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത മാതൃക തന്നെ ഒരു വലിയ അഭിമാനം കൊള്ളുന്ന ഒരു മാതൃകയാണ്. കാര്യം അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ഓണം ആഘോഷിക്കുന്നു. അതുതന്നെ ഇതിൻ്റെ സംഘാടകരുടെ ഏറ്റവും വലിയ അവരുടെ മനസ്സിൻ്റെ നല്ലത് മാത്രമാണ് കാണുന്നത്. അടർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യമെന്ന് നമ്മളുടെ മുമ്പിലെല്ലാം കാണുന്നുണ്ട്. നമ്മൾക്കറിയാം, കേരളത്തിൽ അതിനൊരു മാതൃകയായിട്ടാണ് ഈ ഓണം തന്നെ. ഓണത്തിന് ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഒരു ജാതിയും നോക്കാതെ തന്നെയാണ് ഇതിനെ വളരെ സഹോദരത്വത്തോടു കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മളുടെ ഒരു അഭിമാനമാണ് മലയാളിയാ എന്നുള്ളതിൽ. കാരണം ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി എല്ലാവരും, അതിനിടയിൽ കുറേയേറെ ആളുകൾ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല. പക്ഷേ ഇതൊന്നും എടുക്കാതെ തന്നെ, ഒരു മതവും നോക്കാതെ സഹൃദം 150ഓളം മാനസിക ശാരീരിക ഭിന്നശേഷിക്കാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. കൈകൊട്ടിക്കളി, തിരുവാതിര തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.